എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. നമ്മുടെ എല്ലാ ക്ലാസ്സും മുടങ്ങാതെ കാണുന്നു, അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിലൂടെ എളുപ്പത്തിൽ പഠിച്ചു, അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടി, അല്ലെങ്കിൽ പുതിയ ലാപ്ടോപ്പ് മേടിച്ചു, അതിനകത്തെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നു എന്നൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ ഇങ്ങനെ കമന്റായിട്ടും മെയിലായിട്ടും പേഴ്സണൽ മെസ്സേജ് ആയിട്ടും ഒക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. കാരണം നമ്മളുടെ ക്ലാസ് നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആവുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് പേര് പേഴ്സണലായിട്ടും മെയിലായിട്ടും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ കമന്റ് ആയിട്ട് വരുന്ന കാര്യമായിരുന്നു, മിസ്സേ ഓൺലൈനായിട്ട് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തൂടെ എന്ന്, അല്ലെങ്കിൽ ചെയ്യാമോ എന്നൊക്കെ. അപ്പം നമ്മളുടെ ഒരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പോസ്റ്റ് ഇന്നലെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രത്തോളം നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോൾ എന്താ പറയാൻ വാക്കുകളില്ല. അപ്പൊ നമ്മളുടെ ക്ലാസ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. നമ്മളിപ്പോ ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ ബേസിക് ക്ലാസ്സിനകത്ത് എന്താണ് എന്ന് വെച്ചാല്, നമ്മളിപ്പോ ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ വാങ്ങിയിട്ട്, അതായത് കമ്പ്യൂട്ടറിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഒന്നും അറിയാത്ത ആൾക്ക് അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ അതൊക്കെ പഠിച്ചിട്ട് പിന്നാണ് നമ്മൾ MS വേർഡ് അല്ലെങ്കിൽ MS എക്സൽ അല്ലെങ്കിൽ പവർ പോയിന്റ് അങ്ങനത്തെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ കമ്പ്യൂട്ടറിന്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും പഠിച്ചിരിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാല് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സ്വയമേ തന്നെ നമുക്ക് തന്നെ കണ്ടെത്തി പഠിക്കാൻ സാധിക്കും. കാരണം നമുക്ക് ആ ഒരു ബേസ് കിട്ടാനാണ് പ്രയാസം എന്ന് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാല് ബാക്കി നമ്മളിപ്പോ MS വേർഡിലെ അല്ലെങ്കിൽ എക്സലൊക്കെ ആണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നെ ചെയ്ത് പഠിക്കാനൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ബേസ് കിട്ടേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് നമ്മളുടെ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ആണ്. പിന്നെ അതിന്റെ ഫീസും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഫീസോ കാര്യങ്ങളോ മറ്റോ ഒന്നുമില്ല. കാരണം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഫീസ് മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കണമെങ്കിൽ ഒരുപാട് പൈസയാകും. അപ്പൊ അത്രയ്ക്കും ഫീസൊന്നും അല്ലാതെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചെറിയൊരു എമൗണ്ടിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിനെ പറ്റി കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ളവര് ഞാൻ നമ്പർ നമ്മളുടെ ആ ഒരു പോസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കട്ടെ ഈ ഒരു വീഡിയോയുടെ ഈ ഒരു പോർഷനിൽ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്പർ കൊടുത്തിരിക്കാം. അപ്പൊ എല്ലാവരും ആ നമ്പറിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അതായത് കമ്പ്യൂട്ടറിന്റെ ബേസിക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ. കമ്പ്യൂട്ടറൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ല, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ ഉള്ളവർ ആരും വിഷമിക്കേണ്ട. ജസ്റ്റ് നമ്മളെ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ബേസിക്സ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ പറ്റാത്തവര്, അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയതിനു ശേഷം വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഒന്ന് പഠിക്കാം, അല്ലെങ്കിൽ പഠിച്ച് ഇരുന്നാൽ നല്ലതാണ് എന്നൊക്കെ തോന്നി ഇരിക്കുന്ന ആളുകള്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് പഠിച്ചെടുക്കാം. അപ്പൊ താല്പര്യമുള്ളവരെ നമ്മുടെ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്ലാസ് എന്ന് പറഞ്ഞാല് നമ്മുടെ കമന്റിലൊക്കെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ പേരും ചോദിച്ചേക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിന്റെ ഈ ഒരു ഡെസ്ക് ടോപ്പിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന MS വേർഡ് അല്ലെങ്കിൽ MS എക്സൽ അല്ലെങ്കിൽ MS പവർ പോയിന്റ് അതൊക്കെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എന്റെ ഒരു സിസ്റ്റത്തിൽ ഇത്രയും ഐക്കൺസ് ഉണ്ട് ഡെസ്ക്ടോപ്പിൽ, പക്ഷെ നിങ്ങളുടെ അതിനകത്ത് അത് കാണത്തില്ല, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഇൻട്രോ ഇച്ചിരി വലുതായി പോയത് നമുക്ക് ക്ലാസ്സിനെ പറ്റിയും ഒക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് പറയാനാകെ ഇവിടെയാണ് ഒരു അവസരം കിട്ടുന്നത്, ഈ ഇൻട്രോയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ഇൻട്രോ ഇച്ചിരി വലുതായി പോയത്. കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും ക്ലാസ്സുകൾ കാണുക. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കിപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഐക്കൺസ് ഡെസ്ക്ടോപ്പിലോട്ട് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മളുടെ ഇവിടെ ഒരു സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡെസ്ക്ടോപ്പില് ഇവിടെ നമുക്ക് 5 ഐക്കൺസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് നെറ്റ്വർക്ക് ഉണ്ട്, റീസൈക്കിൾ ബിൻ ഉണ്ട്, ഫയർഫോക്സ് ഉണ്ട്, KM പ്ലെയർ ഉണ്ട്, ഗൂഗിൾ ക്രോം ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന MS വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനെ എനിക്ക് ഈ ഡെസ്ക് ടോപ്പിലോട്ട് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ഈ ഡെസ്ക് ടോപ്പിലോട്ട് കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമുക്ക് അതിനെ എളുപ്പം തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിപ്പോ
പെട്ടെന്ന് MS വേർഡ് ഓപ്പൺ ചെയ്യണം. സിമ്പിൾ ആണ്. നമുക്ക് ഈ ഡെസ്ക്ടോപ്പിലോട്ട് വന്ന് നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ വേണ്ടത് അതിലോട്ട് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ബട്ടൺ ലെഫ്റ്റ് ബട്ടൺ 2 തവണ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അന്നേരം നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഇങ്ങനെ ഓപ്പൺ ആയി വരും. അല്ല എങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ബട്ടണിൽ പോകണം. എന്നിട്ട് അതിനെ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് വരും. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഡെസ്ക്ടോപ്പിൽ ഐക്കൺ കൊണ്ടുവരുന്നത് നമുക്ക് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എങ്ങും പോയി അലഞ്ഞു തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. ഈ കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ആക്കുമ്പോൾ തന്നെ ഇതിന്റെ സ്ക്രീനിൽ ഇവിടെ തന്നെ ഈ ഡെസ്ക്ടോപ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡെസ്ക്ടോപ്പിലാക്കുന്നത്. അപ്പൊ ഇനി എങ്ങനെ നമുക്ക് അതിനെ കൊണ്ടുവരാമെന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ആദ്യമേ ആ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ MS വേർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ പോയി കണ്ടെത്തണം. ഇത് കമ്പ്യൂട്ടറിന്റെ അകത്താണ് ഇരിക്കുന്നത്. നമ്മൾ അതിനെ പോയി കണ്ടെത്തണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. നമുക്കറിയത്തില്ല, കാരണം അതിന്റെ പേര് അവിടെ അങ്ങ് എഴുതി വെച്ചിട്ടില്ല സ്റ്റാർട്ട് ബട്ടൺ എന്ന്. അപ്പൊ നമ്മൾ എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യുമെന്ന് ചോദിച്ചാല്, ചുമ്മാ നമ്മൾ മൗസ് കൊണ്ട് ഈ താഴെ ഇങ്ങനെ ഓരോന്നിലും കൊണ്ടുവച്ചാൽ മതി. ഓരോന്നിലും കൊണ്ടുവെക്കുമ്പോൾ അതിന്റെ പേര് അവിടെ നമുക്ക് ഷോ ചെയ്ത് കാണിക്കും. അതിപ്പോ ഈ ഡെസ്ക്ടോപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന ടാസ്ക് ബാറിലാണെങ്കിലും നമുക്ക് അറിയാത്ത കാര്യത്തിന്റെ മുകളിലോട്ട് ചുമ്മാ ഇങ്ങനെ മൗസ് ഒന്ന് കൊണ്ടുവച്ചാൽ മതി. കൊണ്ടുവെക്കുമ്പോൾ തന്നെ അതിന്റെ പേര് അവിടെ കാണിക്കും. അപ്പൊ ഇവിടെ ഈ 4 ബോക്സ് പോലെ കാണുന്ന ഇതിലോട്ട് നമ്മൾ മൗസ് കൊണ്ട് ചുമ്മാ ഒന്ന് വെച്ചപ്പോ തന്നെ അതിന്റെ പേര് അവിടെ കാണിച്ചു, സ്റ്റാർട്ട്. അപ്പൊ അതിന്റെ പേരാണ് സ്റ്റാർട്ട് ബട്ടൺ. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ സ്റ്റാർട്ട് ബട്ടണിലാണ് നമ്മളുടെ ഈ ഒരു ലാപ്ടോപ്പിലുള്ള എല്ലാ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ എല്ലാ സോഫ്റ്റ്വെയറും ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു എളുപ്പവഴിയാണ് നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് കൊണ്ടുവെക്കുക. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിവിടെ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിൻഡോസ് 11 ആണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തപ്പം ഇവിടെ നമുക്ക് ഇത്രയും ആപ്ലിക്കേഷൻസിനെ കാണാം, ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ആപ്ലിക്കേഷൻ മൊത്തം നമുക്ക് കാണണമെങ്കിൽ ഈ സൈഡിൽ കാണുന്ന ഓൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് മൗസ് ചുമ്മാ ഒന്ന് കൊണ്ട് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ താഴോട്ട് ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാംസും കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ അന്വേഷിച്ചു വന്ന ആൾ ഇവിടെ തന്നെ കിടപ്പുണ്ട്, വേർഡ്, MS വേർഡ്. അപ്പൊ ഈ MS വേർഡ് എന്ന് പറയുന്ന ഈ ഒരു ഐക്കൺ നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് കൊണ്ടുവരണം. ഇതിനൊക്കെ പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന വൺ ഓഫ് ദ മെത്തേഡ് ആണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ വേർഡ് എന്ന് പറയുന്നതിലോട്ട് മൗസ് കൊണ്ട് വെക്കുക. എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കാണാം. ഈ കാണുന്ന ഇത്രയും ഓപ്ഷൻസ്. അപ്പൊ ഈ ഓരോ ഓപ്ഷനും നമ്മൾ സമാധാനമായിട്ടൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കി കഴിയുമ്പോൾ നമുക്കിവിടെ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്പൺ ഫയൽ ലൊക്കേഷൻ. അപ്പൊ നമുക്കിനി ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല, ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് പുതിയൊരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അതായത് MS വേർഡിന്റെ ലൊക്കേഷൻ അത് എവിടെയാണോ കിടക്കുന്നത് ആ സ്ഥലം ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പൊ ഇവിടെ നോക്കിയപ്പോ കുറെ പ്രോഗ്രാംസ് കാണുന്നുണ്ട്. നമ്മൾ വായിച്ചു നോക്കുക, വേർഡ് എന്ന് കാണാം. അതായത് നമ്മൾ ചൂസ് ചെയ്ത ആളിലായിരിക്കും ഈ ഒരു ഓപ്ഷൻ വന്ന് ഹൈലൈറ്റ് ആയി നിൽക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം, വേർഡ് എന്ന് പറയുന്നത് എടുത്ത് കാണിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം അല്ലാതാണ് കാണുന്നത്. അപ്പൊ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പൊ ഇവിടെ വേർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ആ വേർഡ് എന്ന് പറയുന്ന ഇതിന്റെ ഇപ്പൊ ഇത്രയും ലെങ്ത് ഉണ്ട് ഈ വേർഡ് എന്ന് പറയുന്നത്, ഇച്ചിരി നീളം കൂടുതലുണ്ട് അതിന്റെ ഒരു ബോക്സിന്. അപ്പൊ ഈ വേർഡ് എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ MS വേർഡ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷന്റെ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ഓപ്ഷൻ ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഒരു മിനിറ്റ്, ഞാനൊന്ന്
നമ്മൾ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാല് ഷോ മോർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ ഷോ മോർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതായത് അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഈ ഷോ മോർ ഓപ്ഷനകത്താണ് കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ സെൻഡ് ടു എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ചിലപ്പം ചിലരുടെ സിസ്റ്റത്തിൽ നമ്മളുടെ വിൻഡോസ് 11 ഇങ്ങനെയാണ് കാണുന്നത്. ഇനിയിപ്പൊ 10 ചിലപ്പം നമുക്ക് ഈ ഒരു മോർ ഓപ്ഷന് പകരം ഡയറക്റ്റ് ആയിട്ട് സെൻഡ് ടു ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ അത് വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഏകദേശമൊക്കെ സിമിലർ ആണ്. ഇപ്പൊ നമ്മുടെ വിൻഡോസ് 11 മോർ ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനകത്താണ് സെൻഡ് ടു. ചിലപ്പോൾ വിൻഡോസ് 10 ഈ ഷോ മോർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് കാണത്തില്ല, പകരം സെൻഡ് ടു എന്നായിരിക്കാം. അപ്പൊ അങ്ങനെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഷോ മോർ ഓപ്ഷൻസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം വന്നിരിക്കുന്ന ആ ഒരു വലിയ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും സെൻഡ് ടു എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഈ സെൻഡ് ടു എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് കൊണ്ട് വെച്ചപ്പോ തന്നെ സെൻഡ് ടു എന്ന് പറയുന്നതിലുള്ള ബാക്കി ഓപ്ഷൻസ്, അതായത് നമുക്ക് ഇതിനെ എങ്ങോട്ടാണ് സെൻഡ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചോദിച്ചിട്ടുണ്ട് ബ്ലൂടൂത്ത് ഡിവൈസ് ആണോ, അല്ലെങ്കിൽ കംപ്രസ്ഡ് ഫോൾഡർ ആയിട്ടാണോ, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആണോ, ഡോക്യുമെന്റ് ആണോ, മെയിൽ ആയിട്ടാണോ. അപ്പൊ നമുക്ക് ഇതിനെ സെൻഡ് ചെയ്യേണ്ടത് ഡെസ്ക്ടോപ്പിലാണ്, അതായത് നമ്മുടെ ഈ സ്ക്രീനിന്റെ ഫ്രണ്ടിലാണ്. സോ നമ്മൾ ഇവിടുന്ന് ചൂസ് ചെയ്യേണ്ടത് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നതാണ്. ഇപ്പൊ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഈ ഡെസ്ക്ടോപ്പിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് കാണാം വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡെസ്ക്ടോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്, ഐക്കണായിട്ട്, അതായത് ചെറിയൊരു പിക്ചറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമുക്ക് ഈ ഒരു വേർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലായിരുന്നു, നമ്മളിപ്പോ കൊണ്ടുവന്നതാണ്. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം, സിമ്പിൾ ആണ്. ഈ സ്റ്റാർട്ട് ബട്ടണിലോട്ട് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും നമുക്ക് ഏത് ആപ്ലിക്കേഷനെയാണോ, ഏത് സോഫ്റ്റ്വെയറിനെയാണോ ഡെസ്ക്ടോപ്പിൽ കൊണ്ടുവരേണ്ടത് അതിലോട്ട് മൗസ് വെക്കുക. ഇപ്പൊ നമുക്ക് കൊണ്ടുവരേണ്ടത് എക്സൽ ആണെന്ന് വിചാരിച്ചു. അപ്പൊ എക്സലിലോട്ട് മൗസ് വെച്ചു, എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു എക്സൽ എന്ന് പറയുന്നത് അതിന്റെ ലൊക്കേഷനിൽ അത് എവിടാണോ കിടക്കുന്നത് ആ സ്ഥലം ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പൊ നമുക്കറിയാൻ പറ്റും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷെ അതിനകത്തെ നമ്മൾ ചൂസ് ചെയ്ത എക്സൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് നമുക്ക് കാണിക്കും. അതായത് അതിന്റെ പേരുണ്ട്, അതിനെ മോഡിഫൈ ചെയ്ത ഡേറ്റ് ഉണ്ട്, ടൈം ഉണ്ട്, അതിന്റെ ടൈപ്പ് ഉണ്ട്, സൈസും ഉണ്ട്. അപ്പൊ ഈ എക്സൽ എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത് ഉണ്ട്, നീളമുണ്ട്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക, എന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇതിനെ സെലക്ട് ചെയ്യുവാണ്. അതായത് മൗസിന്റെ റൈറ്റ് ബട്ടൺ ആണ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് കൊണ്ടുവരാൻ കുറെ ഓപ്ഷൻസ് കാണണം. എപ്പോഴും നമ്മൾ ഈ ഓപ്ഷൻ ലിസ്റ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ആണ് ചെയ്യുന്നത്. ലെഫ്റ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ ആ ഒരു കാര്യത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ എക്സൽ എന്ന് പറയുന്നതിലോട്ട് മൗസ് വെച്ചു, എന്നിട്ട് റൈറ്റ് ബട്ടൺ, മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ആവശ്യം ഷോ മോർ ഓപ്ഷൻസ് എന്ന് പറയുന്നതാണ്. ചിലരുടെ സിസ്റ്റത്തിൽ സെൻഡ് ടു ഡയറക്റ്റ് ഇവിടെ കാണും. ഇപ്പൊ നമ്മുടെ വിൻഡോസ് 11 ഷോ മോർ ഓപ്ഷൻസ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ ഷോ മോർ ഓപ്ഷന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക, എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇങ്ങനെ വിസിബിൾ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഈ സെൻഡ് ടു എന്ന് പറയുന്നതാണ് വേണ്ടത്. എക്സലിനെ നമ്മൾ സെൻഡ് ചെയ്യാൻ പോവാണ്. എങ്ങോട്ടാണ് സെൻഡ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഈ സെൻഡ് ടുയിലോട്ട് മൗസ് വെച്ചപ്പോൾ തന്നെ അതിനകത്തുള്ള നിരവധി ഓപ്ഷൻസ് നമുക്ക് റൈറ്റ് സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ബ്ലൂടൂത്ത്, കംപ്രസ്ഡ് ഫോൾഡർ, ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്, മെയിൽ. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പിലോട്ടാണ്. സോ ഈ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം ആ ഒരു എക്സൽ ഇവിടെ ഡെസ്ക്ടോപ്പിൽ വന്നു. ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മറ്റ് സോഫ്റ്റ്വെയറിനെ ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നത് സെയിം ആണ്, ഒരു പ്രയാസവും ഇല്ല. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്നും ഓപ്പൺ ഫയൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, ദെൻ ഓപ്പൺ ആയി വരുന്ന ആപ്ലിക്കേഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്നും ഷോ മോർ ഓപ്ഷൻ എടുക്കുക, ഷോ മോർ ഓപ്ഷനിൽ നിന്നും സെൻഡ് ടു, ദെൻ ഡെസ്ക്ടോപ്പ്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഒരു
സോഫ്റ്റ്വെയർ നമുക്ക് ഇവിടെ ഡെസ്ക്ടോപ്പിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കണം. ഒരുപാട് പേര് ചോദിച്ച ഒരു ഡൗട്ട് ആയിരുന്നു, അതായത് നമ്മുടെ ക്ലാസ് കാണുന്നത് പഠിച്ചു വരുന്നവരാണ്, അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ്സിൽ പോയിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് മാറ്റി വെച്ചവരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ്. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്ത് പോകുന്നത്. നമുക്കിതൊക്കെ പറഞ്ഞു തീർക്കാൻ 1 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ ഇതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സമയം എടുത്ത് പറയുന്നത്. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഞാൻ 2ഓ 3ഓ തവണയൊക്കെ ആവർത്തിച്ച് പറയും. കാരണം ഞാൻ പറയുന്നത് നിങ്ങളിൽ എത്തിയെന്ന് എനിക്കൊരു വിശ്വാസം വേണം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ, നിങ്ങൾക്കത് എളുപ്പമായോ എന്നുകൂടെ പറയുക. നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.